എടാ നന്ദൂട്ടാ, നിന്റെ അമ്മ പറഞ്ഞൊക്കെ സത്യാണോടാ? എന്താ? നിങ്ങളോട് അവിടെ ഉള്ളവരൊക്കെ സ്നേഹത്തോടെയാണോ പെരുമാറിയത്? അവർക്കൊക്കെ നമ്മളുടെ കൂടെ വലിയ കാര്യമായിരുന്നു. പിന്നെ സച്ചിയേട്ടൻ അച്ഛൻ വരാത്ത എന്താന്ന് ചോദിച്ചു. എടാ, ലച്ചുവിനോട് അവർക്ക് വലിയ സ്നേഹമാണോ? അതെ അച്ഛാ. പിന്നെ അച്ഛൻ വേണമെങ്കിൽ അവിടെയുള്ള ആന്റിമാരോട് വഴക്കിട്ടു. സ്വാതി ചേച്ചി പോവാ, എന്നിട്ടും സ്വാതി ചേച്ചിയോട് അച്ഛമ്മ വഴക്കിടാൻ പോയി. സ്വാതിയോ? അതാരാ? അവിടുത്തെ ഒരു ആന്റിന്റെ മോളാ ഈ സ്വാതി ചേച്ചി. ലച്ചുമായ കൂട്ട്. ചുരുക്കി പറഞ്ഞ അവകാശം വെച്ച് നിന്റെ അച്ഛമ്മ അവിടെയും കുത്തിത്തിരിപ്പുണ്ടാക്കി അല്ലേ? അമ്മ അറിഞ്ഞാലൊന്നും അച്ഛമ്മ കേൾക്കൂല. ശ്രീജ എവിടെടാ നന്ദൂട്ടാ? അമ്മ ചപ്പാത്തി ഉണ്ടാക്കുക. എടാ, നീ ബാങ്കിൽ പോയി വിശദമായിട്ട് അന്വേഷിച്ചോ? 70 ലക്ഷം രൂപ അക്കൗണ്ടിൽ വന്നതായിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. ഇനി അന്വേഷിച്ചുകൊണ്ട് എന്ത് കാര്യമാണ് ഉള്ളത്? അവൾ അവനോട് പറഞ്ഞ് എൻ്റെ അക്കൗണ്ടിൽ 10 ലക്ഷം ഇട്ടെങ്കിൽ മെസ്സേജ് വന്നേനെ. അതവൻ കേട്ട് കാണില്ല. അല്ല, ക്യാഷ് അക്കൗണ്ടിൽ വന്ന കൃത്യമായിട്ട് മെസ്സേജ് വരുവോടാ? അങ്ങനെ ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല. അല്ല, ഈ 70 ലക്ഷം കിട്ടിയ കാര്യം നരേന്ദ്രൻ അറിഞ്ഞോ? അത് പിന്നെ അളിയനോട് പറയണ്ടേ? അളിയൻ പരിഹസിക്കുക ചെയ്ത് 2 കോടി കൊണ്ടുപോയി തൊലച്ചു കളഞ്ഞെന്ന മട്ടിലായി ഇപ്പോഴും സംസാരം. ഇതങ്ങ് ഒളിപ്പിച്ചു വെക്കാൻ കഴിയുമെന്നാണോ അവൻ കരുതുന്നത്? അതും നമ്മുടെ കൈ വരുവടാ. ഇത് വെച്ച് നമുക്ക് നഷ്ടപ്പെട്ട പ്രതാപമെല്ലാം തിരിച്ചു പിടിക്കണം. ഞാൻ ചിലതൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അതിന് നരേന്ദ്രൻ കൂടെ നിന്നില്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മളിൽ ലച്ചുവിന്റെ ഭാഗം ചേർന്നതാ അളിയന് സഹിക്കാൻ കഴിയാത്തത്. അളിയനെ ഒറ്റപ്പെടുത്തിയതുപോലെയല്ലേ? എടാ, ഇപ്പോഴും അവൻ അവളെ മനസ്സിലാക്കാൻ കഴിയാത്തതിലാ എനിക്ക് വിഷമം. വഴി കുപ്പിച്ചില്ലാണെങ്കിൽ ചെരുപ്പിടാതെ നടക്കാൻ പറ്റുമോ? അന്നേരം ചെരുപ്പിനെ നമ്മൾ പൊന്നുപോലെ കരുതും. ആ വിലയെ ഞാൻ ലച്ചുവിന് കൊടുത്തിട്ടുള്ളൂ. അല്ല, ലച്ചുവിനെ വീട്ടുകാരെല്ലാം അംഗീകരിച്ചെന്ന് ശ്രീജ പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? എടാ, ഒരു വീട്ടിൽ ചെന്നാൽ അവിടുത്തെ അന്തരീക്ഷം മനസ്സിലാക്കാൻ നിന്റെ ഭാര്യയ്ക്ക് അറിയില്ലടാ. അവൾ ആ വീട്ടിലെ സുഖ സൗകര്യങ്ങൾ കണ്ടങ്ങ് മയങ്ങിപ്പോയി. പക്ഷേ ചിലതൊക്കെ അവിടെ പുകയുന്നുണ്ട്. അവരുടെ പയ്യനൊരു അബദ്ധം പറ്റിയ പോലെയാ ചിലരുടെ പെരുമാറ്റം. സഞ്ജുവിന്റെ മുറപ്പെണ്ണിനെ കൊണ്ട് അവരുടെ വിവാഹം നടത്താൻ ഒരു ശ്രമം നടക്കുന്നുണ്ട്. അതിലവര് വിജയിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു വിവരം മുമ്പ് അളിയൻ പറഞ്ഞിരുന്നു. നമ്മളത് വിശ്വസിച്ചില്ല. അതിൽ ചില സത്യങ്ങളുണ്ട്. അവനെ ആ പെണ്ണിനെ അഴിച്ചു വിട്ടിരിക്കുക. വീട്ടുകാരുടെ സപ്പോർട്ടും ഉണ്ട്. ലച്ചു ശരിക്കും അവിടെ അടുക്കളപ്പണിക്കാരിയായിട്ട് ഒതുങ്ങിക്കഴിയുന്നു. നീ നോക്കിക്കോ, 1 വർഷത്തിനുള്ളിൽ സഞ്ജുവിനെ കൊണ്ട് അവന്റെ വീട്ടുകാർ അവനെ ഡിവോഴ്സ് ചെയ്യിക്കും. അതിനുള്ളിൽ ആ മുറപ്പെണ്ണ് ഒരമ്മയായെന്നും വരും. അത് മനസ്സിലാക്കി ഞാൻ നന്നായിട്ടൊന്ന് കളിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഞാൻ കുളം കലക്കിയിട്ടാ പോകുന്നത്. ഇപ്പോഴേ ലച്ചുവിനെ അവിടെ പലരും പരിഹസിച്ച് വിളിക്കുന്നത് അടുക്കളക്കാരിന്നാ. ആ നിലയിൽ അവളെ ഒതുക്കിക്കളഞ്ഞു. അവളെ കൈയൊഴിയാൻ പേടിച്ചിട്ടാ അവരതിന് ശ്രമിക്കാതിരിക്കുന്നത്. കാര്യങ്ങളുടെ കിടപ്പുവശം ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ? അല്ല, അതങ്ങനെയല്ലേ വരൂ. അപ്പൊ അളിയന് പ്രതീക്ഷിക്കാനൊരു വകയുണ്ടല്ലേ? നമുക്ക് നോക്കാടാ. ഡിവോഴ്സ് കഴിഞ്ഞാൽ പിന്നെ ലച്ചുവിനെ അവിടെ നിർത്തിക്കൊണ്ടു പോകാൻ അവർ സമ്മതിക്കില്ല. ഞാൻ ചെന്ന് അവളെ കൂട്ടിക്കൊണ്ടുവരും. അന്നേരം ആനന്ദവല്ലിയെ പറ്റിയുള്ള നരേന്ദ്രന്റെ തെറ്റിദ്ധാരണയും മാറും. ഷെയർ വിറ്റ് കിട്ടിയതിന്റെ ബാക്കി തുക അവളുടെ പേരിൽ ഭൂമി വാങ്ങാനാ പോകുന്നത്. അവനങ്ങനെ തന്നെ ചെയ്യും. പിന്നീട് അവനൊരു ബാധ്യത ഉണ്ടാകാൻ പാടില്ലല്ലോ. അവൾ ഇങ്ങോട്ട് പോന്നാൽ അതും ഇങ്ങോട്ട് തന്നെ വരില്ലേടാ. ഇപ്പൊ ഇതുകൊണ്ട് തട്ടിയും കിഴിച്ചുമൊക്കെ പോകാം. അവള് തച്ചിലേടത്തേക്ക് വന്ന നമുക്ക് കൈവിട്ട ഭാഗ്യദേവതയാ തിരികെ കിട്ടാൻ പോകുന്നത്. ചെമ്മീൻ ചാടിയാ മുട്ടോളം, പിന്നെയും ചാടിയാ ചട്ടിയില്. അടുത്ത മാസം 15-ന് നല്ലൊരു മുഹൂർത്തമുണ്ട്. തന്റെ കെമിക്കൽ എഞ്ചിനീയറിംഗ് തീസിസ് പബ്ലിഷ് ആയല്ലോ? അതെ. ഈ ബന്ധം ശരിയാവില്ല കേട്ടോ. എന്താ? അല്ല, ഗ്യാസ് അത്രേ ഉള്ളൂ. അതിനല്ലേ ഇവിടെ ഡോക്ടർ. ഇതാണല്ലേ. പക്ഷെ ഈ കല്യാണം നടക്കില്ല. ഇവിടെ പാചകമെല്ലാം അലൂമിനിയം പാത്രങ്ങളില്ല. എന്റെ അമ്മേ, ഈ അലൂമിനിയം ആരോഗ്യത്തിന് ഹാനികരാണെങ്കിലേ അച്ഛൻ ഈ 60 കഴിഞ്ഞിട്ടും ആരോഗ്യത്തോടെ ഇരിക്കില്ലായിരുന്നല്ലോ. അച്ഛൻ സ്ഥിരം കഴിക്കുന്ന ഗ്യാസിന്റെ മരുന്നില്ലേ, ഇതിലെ പ്രധാന കണ്ടന്റ് അലുമിനിയം കോമ്പൗണ്ടാണ്. ഈ അലുമിനിയം ചേർത്ത് മരുന്ന് കഴിച്ചാൽ വരാത്ത എന്ത് അപകടമാണ് അമ്മേ അലുമിനിയം പാത്രത്തിൽ പാകം ചെയ്ത ഭക്ഷണത്തിൽ നിന്ന് വരുന്നത്. ആന്റി,
അലുമിനിയം എന്ന് പറയുമ്പോൾ ഞങ്ങളിവിടെ അന്നാലുമിനിയത്തിന്റെ പാത്രങ്ങൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ISI മുദ്രയുള്ള 99.5% ശുദ്ധമായ പാത്രങ്ങളായതുകൊണ്ട് ആരോഗ്യത്തിന് ഹാനികരമായ രാസമാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാ പിന്നെ തീയതി നിശ്ചയിക്കാം. അന്ന അലൂമിനിയം ശുദ്ധമായ പാത്രം. സഞ്ജു, സച്ചി ഇങ്ങോട്ട് വന്നോ? ഇല്ല, അവൻ ഇങ്ങോട്ട് വന്നില്ല. ഈ നേരത്തെ ടെറസിൽ പോയിരിക്കാനല്ലേ അവൻ താല്പര്യം കാണിക്കുന്നത്. അവനിപ്പോ അവിടെ കാണും. എന്താ അപ്പച്ചി? കുറച്ചു മുൻപ് വരെ എന്നോട് സംസാരിച്ച് ഹാളിൽ നിൽപ്പുണ്ടായിരുന്നു. എനിക്കൊരു കോള് വന്നു. ഞാൻ സംസാരിച്ച് തിരിച്ചു വന്നപ്പോൾ ആളെ കാണാനില്ല. അവനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കഴിഞ്ഞില്ല. ആകെ സങ്കടത്തിലായിരുന്നു ആ പാവം. അല്ല, അതിന് മാത്രം എന്ത് വിഷമാ അവൻ അപ്പച്ചിയോട് സംസാരിച്ചത്? എന്നെ അമ്മൂനെയും ടെറസിൽ വെച്ച് കണ്ടത് അവന്റെ മനസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടാക്കിയോ? അതൊന്നും അല്ല സഞ്ജു. അവന്റെ വിവാഹത്തെപ്പറ്റി അവൻ സംസാരിച്ചത്. ആദ്യം നടക്കേണ്ടിയിരുന്നത് നിന്റെ ശ്രീകുട്ടിയുടെ വിവാഹമായിരുന്നെന്ന് അവൻ പറഞ്ഞത്. അവൻ നിന്റെ കൂടെ ഇങ്ങോട്ട് വന്നത് തന്നെ നിങ്ങളുടെ വിവാഹത്തിൽ പങ്കുകൊള്ളാനാണെന്നും പറഞ്ഞു. അതവൻ പറഞ്ഞിട്ടുള്ളതല്ലേ. ഇപ്പെന്താ അവനീ തോന്നൽ വരാം? അവന്റെ വീട്ടുകാർ ഈ സമയത്ത് രംഗത്ത് വരാതിരുന്നെങ്കിൽ അവന്റെ അമ്മൂന്റെ വിവാഹമല്ലേ ആദ്യം നടക്കുക. പിന്നെന്തിനാ അവനിപ്പോ അപ്പച്ചിയോട് ഞങ്ങളുടെ കാര്യം പറയണം? വിവാഹം ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന പവിത്രമായ കാര്യമായിട്ടാ സച്ചി പറഞ്ഞത്. ജീവിതകാലം മുഴുവനുള്ള കൂട്ടല്ലേ. മനസ്സിനിണങ്ങുന്നവർ മാത്രം ഒന്നിച്ചില്ലെങ്കിൽ അതൊരു ദുരന്തമായി തീരുമെന്നൊക്കെ പറഞ്ഞാ എന്ത് ചെയ്യാനാ? അമ്മൂന്റെ കാതിലെത്തിക്കാനാ അവൻ അപ്പച്ചിയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പച്ചിക്ക് അപ്പൊ തന്നെ അത് മനസ്സിലായില്ലേ? എന്റെ മനസ്സപ്പോ കടന്നു പോയത് മറ്റൊരു വഴിക്കായിരുന്നു. വിവാഹത്തിന്റെ പവിത്രതയെ പറ്റിയൊക്കെ സച്ചി പറഞ്ഞപ്പോ നീ ആരെ അറിയിക്കാതെ അമ്മുനെ വിവാഹം ചെയ്തതൊക്കെ ഞാൻ ചിന്തിച്ചു പോയി. എന്തൊരു സാഹസ സഞ്ജു നീ കാണിച്ചത്. അതിനുള്ള സാഹചര്യം ഞാൻ അപ്പച്ചിയോട് പറഞ്ഞതാണ്. പ്ലീസ്, ഇനി ഇത് ആവർത്തിക്കല്ലേ. എടാ, സാഹചര്യം എന്ത് തന്നെ ആയാലും അതൊരു വിവാഹം തന്നെയല്ലേ. നീയും ഒരുപക്ഷെ അമ്മു അങ്ങനെ കരുതിയില്ലെങ്കിലും അമ്മുവിന്റെ നാട്ടുകാർക്കും വീട്ടുകാർക്കും അതൊരു കല്യാണം തന്നെ ആയിരുന്നു. ആ ക്ഷേത്രനടയിൽ ആദ്യമായി ചെന്നിറങ്ങുമ്പോ എന്റെ മനസ്സിൽ വന്നതും ഞങ്ങളാരും അറിയാതെ പോയൊരു താലികെട്ട. നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അപ്പച്ചി. അപ്പച്ചി ചെല്ല്. ഞാൻ ചെയ്തത് ഓർത്തുള്ള കുറ്റബോധമോ അപ്പച്ചിയോടുള്ള നീരസോ അല്ല. ആരെങ്കിലും കേൾക്കോ എന്നുള്ള ടെൻഷൻ കൊണ്ടാ. എന്നാലും സഞ്ജു, ആ രംഗങ്ങൾ എങ്ങനെ നിനക്ക് മറക്കാൻ കഴിയും? സഞ്ജു, ഇത്തരം ചിന്തകളൊന്നുമില്ലാതെ അമ്മന് ജീവിക്കാൻ കഴിയുന്നതാ മനസ്സിലാവാത്തത്. അവളൊരു പെണ്ണല്ലേ. നിന്നെക്കൊണ്ട് ഞാൻ ആ വിവാഹ ഫോട്ടോ കയറിയതിൻ്റെ പ്രായശ്ചിത്തമായിട്ടാ ഇതൊക്കെ പെൻഡ്രൈവിൽ എടുത്തു തരാൻ പറഞ്ഞത്. ഓ മൈ ഗോഡ്. ഉറങ്ങിയില്ലേ ഇതുവരെ? ജോലിയൊക്കെ കഴിഞ്ഞു കാണുമെന്ന് കരുതിയാ ഞാൻ വന്നത്. കഴിഞ്ഞു. എന്താ, ഓഫീസ് വർക്ക് ആയിരുന്നില്ലേ? ഞാൻ വന്നിട്ടാണോ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തത്? അല്ല, എന്റെ വർക്ക് കഴിഞ്ഞു. വർക്ക് കഴിഞ്ഞെങ്കിൽ സഞ്ജു ഒന്ന് വാ, നമുക്ക് കുറച്ചു നേരം ബാൽക്കണി പോയി സംസാരിച്ചിരിക്കാം. ഞാൻ വരാം, നീ നടന്നു. പിന്നെ
അവിടെ ചെയറില്ല, 2 ചെയർ എടുത്തിരുന്നേ. അത് ഞാൻ ചെയ്തോളാം. ഇന്ന് ഫുൾ മൂൺ നൈറ്റാ. ഓക്കെ, നടന്നു, ഞാൻ വന്നോളാം. എത്തിയല്ലോ. ഇവിടെ എല്ലാരും ഉണ്ടല്ലോ. എന്തോ ഒരു കൂടിയാലോചനയുടെ മട്ടും ഭാവമൊക്കെ ഉണ്ട്. അതിനല്ലേടെ ശ്രീകുട്ടി നിന്നെ കൂട്ടിക്കൊണ്ടു വന്നത്. എല്ലാവരും എത്തിക്കഴിഞ്ഞു. ഇനി അച്ഛൻ കാര്യം പറ. അങ്ങനെ പറയാൻ മാത്രമൊന്നുമില്ല. ഓണം വന്നെത്തിക്കഴിഞ്ഞ് അതിനെക്കുറിച്ച് സംസാരിക്കാവുന്ന ഞാൻ കരുതിയുള്ളൂ. ഓണം വർഷവും വന്ന് പോകുന്നല്ലേ, അതിനിപ്പോ എന്താ എത്ര ഒരുക്കം? അച്ഛനൊന്നും കാണാതെ ഒന്നും പറയില്ലെന്ന് മനസ്സിലാക്കണം. അത് മാത്രമല്ല, സഞ്ജുവിന്റെ ശ്രീകുട്ടിയുടെ കല്യാണം കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ഓണത്തിന് ഒരു പ്രത്യേകതയൊക്കെ ഉണ്ടാവുമായിരുന്നു. അത് നമുക്ക് അടുത്ത വർഷം ആഘോഷിക്കാം. അത് പോരെ മക്കളെ? എന്തായാലും ഈ ഓണത്തിന് മുമ്പ് ഞങ്ങള് കെട്ടാൻ പ്ലാൻ ചെയ്തിട്ടില്ല. മുത്തശ്ശന്റെ മനസ്സിൽ വേറെ എന്തോ ഐഡിയ ഉണ്ട്. അല്ലെങ്കിൽ മുത്തശ്ശൻ എല്ലാരെയും വിളിക്കില്ല. ആ, അതെനിക്കും മനസ്സിലായി. അച്ഛനതങ്ങ് പറ, അവരും കൂടി കേൾക്കട്ടെ. അച്ഛന്റെ അല്ല ഐഡിയ, ശ്രീദേവിയുടേതാ. ഇത് പൊളിച്ച് കൈ കൊടുക്കണം. നമുക്കിപ്പോഴും കുറച്ച് നെൽകൃഷിയുള്ളതറിയാവല്ലോ. പണ്ട് കൊയ്ത്തിന് മുന്നോടിയായിട്ട് നെൽക്കതിര് വീട്ടിൽ കൊണ്ടുവരുന്ന ഒരു പതിവുണ്ടായിരുന്നു. നെൽക്കതിരും പറയൂന്നാ മക്കളെ ആ ഘോഷയാത്രയ്ക്ക് പറയ. പറന്ന് വെച്ചാ ആ പറയല്ല മോളെ, ഈ പറ. അമ്മൂനറിയോ പറയെന്താന്ന്? അത് ഈ നെല്ലളക്കാനുള്ളതാ ചേച്ചി, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്. ആ, അങ്ങനെ പറഞ്ഞു കൊടുക്കുമോളെ. ഇപ്പൊ അതൊക്കെ വല്ല കുഗ്രാമത്തിലോ ഫാൻസി ഷോപ്പിലോ ഒക്കെ കാണും. ഇന്നത്തെ കുട്ടികൾക്ക് അതൊക്കെ അറിയുന്ന എങ്ങനെയാ? മുത്തശ്ശൻ പറഞ്ഞോളൂ ബാക്കി. തറവാട്ടിൽ ഐശ്വര്യം കൊണ്ടുവരുന്നൊരു ചടങ്ങാത്. കതിരും പറയുമായി വരുന്നവരെ ആലതി ഒഴിഞ്ഞ് സ്വീകരിക്കണം. ഒരു വർഷക്കാലം തറവാട്ടിൽ ഐശ്വര്യം തരുന്നതാ ഈ നെൽക്കതിര്. ഈ പഴയ തറവാടിന്റെ കഴുക്കോലിൽ തൂക്കിയിട്ടിരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? തറവാട്ടിൽ പിറക്കാത്ത ഇവൾക്ക് ഇതൊക്കെ പറയാനെന്നാണോ ഇല്ലേ? അല്ല, പണ്ട് ഈ ആഘോഷം ഉണ്ടായിരുന്നതാണല്ലോ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാഞ്ചന ഇവിടുന്ന് പോയ ശേഷം പിന്നെ അങ്ങനൊരു ചടങ്ങ് ഇവിടെ ഉണ്ടായിട്ടേ ഇല്ല. പാടം പാട്ടത്തിന് കൊടുക്കുകയും ചെയ്തു. അപ്പോ 26 വർഷങ്ങൾക്ക് ശേഷമാണോ ഈ ചടങ്ങ്? എങ്കിൽ നമുക്കത് ആഘോഷിക്കണം. കാഞ്ചനയും മോളും തറവാട്ടി തിരിച്ചു വന്നതിന്റെ സന്തോഷത്തിലാ അച്ഛൻ ചടങ്ങുകളൊക്കെ നടത്താന്ന് തീരുമാനിച്ചത്. നിന്നെ പടിയിറക്കുന്ന ചടങ്ങാ നടത്തേണ്ടിയിരുന്നത്. ചടങ്ങിന്റെ പ്രത്യേകതകൾ കൂടി മുത്തശ്ശൻ ഒന്ന് പറഞ്ഞതാ. നെൽക്കതിര് കുടുംബത്തിലെ ഇളയ മരുമകളോ ഏറ്റവും മുതിർന്നയാളോ ഏറ്റുവാങ്ങണം. എന്റെ ചാൻസ് ആയില്ല. മോളൊന്ന് വെയിറ്റ് ചെയ്യേ. ആ, പിന്നെ ഭസ്മവും കുങ്കുമവും തൊട്ട് വേണം എതിരേൽക്കാൻ. അത് പൂജാമുറിയിൽ വെച്ച് പൂജ നടത്തിയ ശേഷം വേണം കെട്ടിയിടാൻ. ഘോഷയാത്രയ്ക്കൊപ്പം വരുന്നവർക്ക് ഓണസദ്യയും ഓണപ്പുടവയും ദക്ഷിണയും നൽകി ആദരിക്കണം. ഘോഷയാത്രയ്ക്കൊപ്പം പുലികളിയും ചെണ്ടമേളവും ഒക്കെ പണ്ടുണ്ടായിരുന്നു. ആ, നമുക്ക് അതൊക്കെ അറേഞ്ച് ചെയ്യാം മുത്തശ്ശി. ഓണം മൊത്തത്തിലൊന്ന് കളർഫുൾ ആക്കണം. ഓണം മൊത്തത്തിലൊന്ന് കളർഫുൾ ആക്കണം. തീരുമാനം എല്ലാരും കൈയടിച്ച് പാസ്സാക്കിയിരിക്കുന്നു. ഈ സന്തോഷം തന്നെ ഓണത്തിന്റെ ഒരു വരവറിയിപ്പ.
താഴെ എന്താ ഒരു ചിരിയും കളിയൊക്കെ? ക്ലബിന്റെ മാനേജറാ, കുടിശ്ശിക തീർക്കാത്തതിന്. ഹലോ ദിനേശ് സാറേ, ഞാൻ ക്ലബിന്റെ മാനേജരാ. എന്താടോ? ദിനേശ് സാറിന്റെ അക്കൗണ്ടിൽ കുറച്ച് പെൻഡിങ് ഉണ്ട്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. താൻ നമ്പർ തെറ്റി വിളിച്ചാണോ? സാറിനോട് ഇക്കാര്യം ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞതാ. എന്നാ ഞാനത് മറന്നതാവും. ഇതിനൊക്കെ മാന്യന്മാരെ ഫോണിൽ വിളിച്ച് പറഞ്ഞോ? മനഃപൂർവ്വം അടയ്ക്കാത്തതല്ല, ഒന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ലടോ. ഓഫീസിൽ തിരക്കൊഴിച്ചിട്ട് നേരവുമില്ല. ഞാനത് അടച്ചേക്കാം. അതല്ല സാറേ വിഷയം. ഓണത്തിനൊരു ബമ്പർ ഗെയിം നടക്കുന്ന വിവരം സാർ അറിഞ്ഞു കാണുമല്ലോ. സാറിന്റെ പെൻഡിങ് തീർത്തില്ലെങ്കിൽ അതിൽ പങ്കെടുക്കാൻ പറ്റില്ല. ആ വിവരം ഇൻഫോം ചെയ്യാനാ വിളിച്ചത്. ഈ നേരത്താണോ താൻ ഇതൊക്കെ പറയുന്നത്? ഞാൻ ടൂറിന് പോകാനുള്ള ഒരുക്കത്തില. നോട്ടീസ് ബോർഡിൽ പതിപ്പിച്ചതാ സാറേ. ഭരണസമിതിയുടെ തീരുമാനമാ. സാറ് നാളെ 5 മണിക്ക് മുമ്പ് പണം അടച്ചില്ലെങ്കിൽ ഗെയിമിൽ നിന്ന് പുറത്താവും. ഓക്കെ സർ. ഹലോ ഹലോ, അയാളുടെ ഫോണും കട്ടിയോ? കാശടയ്ക്കാൻ നിവൃത്തിയില്ലാത്തതിന്റെ പേരിൽ ബമ്പർ ഗെയിമിൽ നിന്ന് പുറത്തായ നാണക്കേട് കാരണം ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്തായാലും എനിക്ക് ഈ ഓണം പ്രിയപ്പെട്ടത് തന്നെയാ. അച്ഛൻ സ്ഥലത്തിൽ നിന്ന് സങ്കടം തീർക്കാൻ എനിക്കൊരു അനിയത്തി കിട്ടിയതല്ലേ. എന്റെ അനിയത്തിക്കൊപ്പം ഉള്ള ആദ്യത്തെ ഓണം. മോൾക്ക് മാത്രല്ല, അമ്മൂനെ എനിക്ക് മോളായി കിട്ടിയതിന് ശേഷമുള്ള എന്റെ ആദ്യത്തെ ഓണം. നമ്മുടെ ഐശ്വര്യലക്ഷ്മിയല്ലേ അമ്മു? ഇനി ആരെങ്കിലും അമ്മൂന് അവകാശം പറയാനുണ്ടോ? ഈ വേലക്കാരി പെണ്ണിനെ പൊക്കി പറയാൻ ഇവർക്കൊക്കെ എങ്ങനെ കഴിയുന്നു? ശ്രീദേവിയുടെ സംസാരം കേട്ട ശ്രീകുട്ടിയല്ല അമ്മുവാ മരുമകളെന്ന് തോന്നും. എനിക്കിതൊന്നും കണ്ടും കേട്ട് നിൽക്കാൻ വയ്യ. അങ്ങനെ ഈ ഓണവും നമുക്കൊന്നിച്ച് ആഘോഷിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ഇനി അതിനുള്ള ഭാഗ്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പിഴക്കില്ല. എന്റെ കണക്കൂട്ടലുകൾ ജയിക്കുക തന്നെ ചെയ്യും. ഗൗതം കുറച്ചൊന്ന് ക്ഷമിക്ക്. ധൃതി പിടിച്ചൊന്നും വേണ്ട. നിന്റെ കണക്കൂട്ടൽ ജയിക്കാൻ എന്റെ സഹായം കൂടെ വേണം. ആരാ? ദിനേശനല്ലേ അത് പറഞ്ഞത്? I'll call you back. ദിനേശൻ എന്തിനാ എന്റെ റൂമിൽ കയറി വന്നത്? പല തവണ ഞാൻ ദിനേശനെ വാൺ ചെയ്തതല്ലേ. പുറത്തു കിടക്ക്. ദിനേശനോടാ പറഞ്ഞത് പുറത്തു പോവാൻ. ഞാൻ നിന്നെ ശല്യപ്പെടുത്താൻ വന്നതല്ല. എനിക്ക് വേറെ ഒരു ഉദ്ദേശവും ഇല്ല. റൂമിൽ നിന്ന് ഇറങ്ങാൻ. സംസാരമൊക്കെ പുറത്തു വെച്ച്. അതെല്ലാവരും കേൾക്കാതിരിക്കുന്നതാ നിനക്ക് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞു തൊലക്കേ. എനിക്ക് കുറച്ച് പണത്തിന്റെ അത്യാവശ്യം വന്നിരിക്കുന്നു. നീ എനിക്കൊരു 3 ലക്ഷം രൂപ എനിക്ക് തരണം. ആക്ച്വലി അത്രയും കാശ് ഇപ്പൊ തന്നെ വേണോ അതോ നാളെ മതിയോ? ആക്ച്വലി 3 lakhs ഇപ്പൊ എന്റെ കയ്യിൽ ഇല്ലാത്തോണ്ടാ. ഇവൾ കളിയാക്കിയതാണോ? അതിനുള്ള ധൈര്യമൊന്നും ഇവൾക്കില്ല. നാളെ മതിയെങ്കിൽ ഞാൻ തരാം. ശരി, നാളെ കിട്ടിയാ മതി. അത് പിന്നെ ദിനേശന്റെ കയ്യിലല്ല, കാവേരിയുടെ കയ്യിലേ ഞാൻ കൊടുക്കൂ. ഞാൻ എന്തിനാ ദിനേശന് കാശ് തരുന്നേ? ദിനേശൻ എന്റെ അനിയത്തിയുടെ ഭർത്താവല്ലേ. ചോദിക്കുമ്പോ കാശ് തരാൻ വേറെ എന്ത് ബന്ധം നമ്മള് തമ്മിലുള്ളത്? ഓഹോ, അപ്പോ എല്ലാം മറന്നാണോ നീ സംസാരിക്കുന്നത്? അയ്യോ, ദിനേശൻ അത് പറഞ്ഞപ്പോഴാ ഞാനൊരു കാര്യം ഓർത്തത്. പുറത്തുള്ള ജീവിതമൊക്കെ ഗൗതത്തിന് വേഗം മടുപ്പായി. കാര്യങ്ങളൊക്കെ വീട്ടിൽ അറിയിക്കാനാ ഗൗതം തിടുക്കം കൂട്ടുന്നത്. എനിക്കാണെങ്കിൽ അത് പറയാനൊരു മടി നാണോ ഒക്കെ ഉണ്ട്. പറ്റുമെങ്കിൽ ദിനേശൻ ഇതൊരു ബോംബ് പോലെ അങ്ങ് പൊട്ടിച്ചോ.